മുഖ്യമന്ത്രി പിണറായി വിജയന് പ്രിയങ്ക ഗാന്ധി പേടിയോ? വയനാട് ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് പ്രിയങ്ക ഗാന്ധി എത്തുമെന്നറിയിച്ചതോടെ പരിപാടി ഒരാഴ്ചത്തേക്ക് മാറ്റി. മറ്റന്നാൾ വയനാട്ടിലെത്തുമെന്ന് വയനാട് MP-യായ പ്രിയങ്കയുടെ ഓഫീസ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മാറ്റം. ഇരട്ടച്ചങ്കൻ എന്നാണ് പിണറായിയെ ഏവരും വിളിക്കുന്നത്. പ്രിയങ്ക വന്നാൽ പിണറായിക്ക് പരിപാടിയിൽ പ്രസക്തി കുറയും. ഈ സാഹചര്യത്തിലാണ് ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള ടൗൺഷിപ്പ് ഉദ്ഘാടനം വൈകിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. അതുകൊണ്ട് തന്നെ ഇത് പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. വയനാട് MP പ്രിയങ്ക ഗാന്ധി ഉദ്ഘാടന ചടങ്ങിൽ എത്തുമെന്നറിയിച്ചതിന് പിന്നാലെയാണ് പരിപാടി ഒരാഴ്ചത്തേക്ക് നീട്ടിയത്. പ്രിയങ്ക ഗാന്ധിയോടുള്ള രാഷ്ട്രീയ ഭയമാണോ ഈ മാറ്റത്തിന് പിന്നിലെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 25-നായിരുന്നു ഉദ്ഘാടനം വെച്ചിരുന്നത്. ഇതാണ് മാർച്ച് 1-ലേക്ക് മാറ്റുന്നത്. ബുധനാഴ്ച വയനാട്ടിലെത്തുന്ന പ്രിയങ്ക ഗാന്ധി ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമെന്ന് അവരുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. പ്രിയങ്കയുടെ സാന്നിധ്യം ഉറപ്പായതിന് തൊട്ടു പിന്നാലെ അപ്രതീക്ഷിത കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സർക്കാർ ചടങ്ങ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയായിരുന്നു. ടൗൺഷിപ്പിന്റെ ക്രെഡിറ്റ് പ്രിയങ്ക ഗാന്ധിയുമായി പങ്കിടാൻ മുഖ്യമന്ത്രിക്ക് താൽപ്പര്യമില്ലാത്തതിനാലാണ് ഈ നീക്കമെന്ന് ഈ പ്രതിപക്ഷം ആരോപിക്കുന്നു. വയനാടിന്റെ വികസന കാര്യങ്ങളിൽ MP-യെ മാറ്റി നിർത്താനുള്ള ശ്രമം ജനാധിപത്യ വിരുദ്ധമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ജനപ്രീതിയിൽ മുഖ്യമന്ത്രി ഭയപ്പെടുകയാണ് എന്ന് UDF കേന്ദ്രങ്ങൾ പറയുന്നു. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പദ്ധതിയാണിത്. പ്രിയങ്ക ഗാന്ധി MP എന്ന നിലയിൽ പരിപാടിയിൽ തിളങ്ങുന്നത് ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായ തിരിച്ചടിയാകുമെന്ന് CPM കണക്കുകൂട്ടുന്നതായാണ് സൂചന. പ്രിയങ്ക എത്തുന്ന ദിവസം തന്നെ ചടങ്ങ് മാറ്റിയത് ഈ സംശയം ബലപ്പെടുത്തുന്നു. എന്നാൽ സാങ്കേതിക കാരണങ്ങളാലാണ് മാറ്റമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എങ്കിലും പ്രിയങ്കയുടെ വരവും ചടങ്ങ് മാറ്റിയതും തമ്മിലുള്ള ടൈമിംഗ് വലിയ ചർച്ചയായിട്ടുണ്ട്.